കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അടിമാലി മേഖലാ സമ്മേളനം നടന്നു. സമ്മേളനാനന്തരം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ഓൺലൈൻ വ്യാപാരം, വഴിയോര കച്ചവടം, ടാക്സ് സംബന്ധമായ ഏറ്റക്കുറച്ചിലുകൾ തുടങ്ങി വസ്ത്ര വ്യാപാര മേഖല വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അടിമാലി മരങ്ങാട്ട് റെസിഡൻസിയിലായിരുന്നു കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അടിമാലി മേഖലാ സമ്മേളനം നടന്നത്. അഡ്വക്കേറ്റ് എ രാജ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനാനന്തരം പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. സംഘടനാ മേഖലാ പ്രസിഡന്റായി സനൂപ് ലിലി, ജനറൽ സെക്രട്ടറിയായി പോൾ ദേവസ്യ, ട്രഷററായി റഹീം ഇക്കരക്കുടി, വൈസ് പ്രസിഡന്റായി രഞ്ജിത്ത് ആന്തിയാട്ട്, ജോയിന്റ് സെക്രട്ടറിയായി ഷിലികുമാർ എന്നിവരെ തിരഞ്ഞെടുത്തു. മേഖലാ സമ്മേളനത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മേഖലാ പ്രസിഡന്റായി ശ്രീ സനൂപ് ലിലിയും, സെക്രട്ടറിയായി പോൾ ദേവസിയും, ട്രഷററായി ശ്രീ റഹീം ഇക്കരക്കുടിയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നടന്ന വനിതാ വിങ് തിരഞ്ഞെടുപ്പിൽ നിഷ ഡാസിൽ പ്രസിഡന്റാകുകയും സെക്രട്ടറിയായി ബിന്ദു നാഗലോടിയെ, അതുപോലെ ട്രഷററായി ലയാമോളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓൺലൈൻ വ്യാപാരം, വഴിയോര കച്ചവടം, ടാക്സ് സംബന്ധമായ ഏറ്റക്കുറച്ചിലുകൾ തുടങ്ങി വസ്ത്രവ്യാപാര മേഖല വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിമാലിയിലെ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്നതെന്നും ഈ നമ്മുടെ KTG ഒന്നും എതിരല്ല. നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ വൻ മാഫിയകൾ വന്ന്, ഒന്നാമത്തെ കാര്യം കച്ചവടം വളരെ കുറവാണ്. നമ്മൾ ഈ ടാക്സ്, ഇൻഷുറൻസ്, അതേപോലെ സ്റ്റാഫുകൾ, ഓരോ കടയിലും ഇത്ര സ്റ്റാഫുകൾ, അതേപോലെ കറണ്ട്, മറ്റേ ലേബർ രജിസ്ട്രേഷൻ, ഇതെല്ലാം എടുത്ത് പഞ്ചായത്ത് ടാക്സും അടച്ച് ലൈസൻസും എടുത്ത് നമ്മൾ ഈ കച്ചവടം ചെയ്യുമ്പം ഈ നമ്മുടെ വാതൊക്കെ തന്നെ അടിമാലി ടൗണിൻ്റെ ട്രാഫിക്കിൽ ഇത്രയും ഭയങ്കരമായിട്ട് ട്രാഫിക് വരുന്നത് ഇവിടുത്തെ കച്ചവടം വഴിവാണിപ്പം തന്നെയാണ്. അപ്പോൾ അതൊരു സൈഡിലേക്ക് ഈ പറഞ്ഞ പോലെ 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റണം എന്നുള്ളത് ഒരു നിവേദനമായിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. സംഘടനയുടെ വനിതാ വിങ് മേഖലാ പ്രസിഡന്റായി നിഷ ഡാസിൽ, സെക്രട്ടറി ബിന്ദു നാഗലോടി, ട്രഷററായി ലയാമോൾ MDയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.